ഈ പ്രൊദു കാരനാണ് നമ്മളിന്ന് ലേറ്റ് ആയത്. 9:30 വരാൻ പറഞ്ഞ് 10 മണിക്കാണ് എത്തിയിരിക്കണത്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ 10:30. ലെറ്റ്സ് ഗോ. എടുത്തു പോവാം. എന്താണ് പോവാം? ചാർജർ, RP കാർഡ്, വാച്ച്, കോമ്പ്, സൺഗ്ലാസ്, വെള്ളം, സ്പൈസ് ഒക്കെ എടുത്തു. സ്പീക്കറിന് ആവശ്യമില്ല. ജാക്കറ്റ്, നെക്ക് പില്ലോ ഒന്നും വേണ്ടല്ലോ. ഇതൊക്കെ റെക്കോർഡിംഗ് ആണല്ലേ. ബാക്കിയെല്ലാം എടുത്തു. പാരസെറ്റമോൾ, പാൻഡപ്രസോൾ ഒക്കെ എടുത്തില്ലേ? എല്ലാം എടുത്തു. ലെറ്റ്സ് ഗോ. തന്റെ സ്ലിപ്പ് എടുത്തു. യെസ്, ലെറ്റ്സ് ഗോ. ഈ പ്രൊദു നരസിംഹത്തിലെ തിലകനോ? ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണം. നമ്മള് നെതർലൻഡ്സിൽ തന്നെയുള്ള മാസ്ട്രിക് എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ടുള്ള ഒരു ചെറിയ യാത്രയിലാണ്. പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു കേട്ടോ. മിനിയാന്ന് രാത്രി നമ്മൾ തീരുമാനിച്ചു. ഗീതു ഒരു സ്റ്റേ കണ്ടുപിടിച്ചു. വിഷ്ണു ആ സ്റ്റേ ബുക്ക് ചെയ്തു. ഇപ്പൊ പ്രൊദു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. ഇതിൽ ഒരു പണിയും ചെയ്യാതെ ആകെ ഐശ്വര്യ ജോലി ട്രിപ്പ് ലേറ്റ് ആക്കും. അതായത് നമ്മുടെ സമയം തീരുമാനിച്ചാല് അത് ലേറ്റ് ആക്കും. 9:10 അപ്പൊ എന്തായാലും നമ്മളൊരു ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ മാസ്ട്രിക്റ്റിലോട്ടാണ് പോകുന്നത്. ആംസ്റ്റർഡാം എന്ന മാസ്ട്രിക് എന്ന് പറയുന്ന സിറ്റിയിലോട്ട് ഏകദേശം 2.5 മണിക്കൂറാണുള്ളത്. ആംസ്റ്റർഡാം വരുന്നത് നോർത്ത് ഹോളണ്ടിലാണ് കേട്ടോ. അതായത് നോർത്ത് ഹോളണ്ടിലാണ് ഈ പറയുന്ന മാസ്ട്രിക്റ്റ് വരുന്നത്. എവിടെയാണ് ഗീതു? കുറെ തവണ ഞാൻ തെറ്റിച്ച് സൗത്ത് ഓഫ് നെതർലൻഡ്സിലാണ്. നമ്മളുണ്ടല്ലോ നെതർലൻഡ്സ് എന്ന് പറയുന്ന ഒരു കുട്ടി രാജ്യമാണ്. ഇപ്പൊ നമുക്ക് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏകദേശം ഒരു 3-3.5 മണിക്കൂറൊക്കെയാണ് മാക്സിമം എടുക്കുള്ളൂ. ഓക്കെ. അപ്പോ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അത്രയൊക്കെയാണ് ഏകദേശം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുട്ടി രാജ്യമാണ്. നമുക്ക് ഇവിടെ നിന്ന് മാസ്ട്രിക്റ്റിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി 2.5 മണിക്കൂറാണുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു 9:30 ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. പ്രൊദു ലേറ്റ് ആക്കിയതുകൊണ്ട് നമ്മൾ 10:30 ഇറങ്ങി. എന്നിട്ട് ഇപ്പൊ നമ്മൾ നേരെ കാണുന്ന ഒരു പെട്രോൾ ബങ്കിൽ നിർത്താൻ വേണ്ടി പോവാണ്. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മൂത്രം ഒഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങും. ഇപ്പൊ എന്റെ ജീവിതത്തിൽ പകുതി സമയം ഞാൻ ടോയ്ലറ്റിൽ അറിയോ. അപ്പൊ ഇന്ന് നമ്മൾ നിർത്തി ടോയ്ലറ്റിൽ കയറി നമ്മൾ പോകും. ഞാൻ മിറർ നോക്കുമ്പോ ഫോണോ ഇതിന്റെ ക്യാമറ നോക്ക്. സമയം കളയണ്ട. വെൽക്കം ടു എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇനി ഒരു ഇൻട്രോ എനിക്ക് വയ്യത് 5ാമത്തെ ഇൻട്രോ ആണ്. അത്യാവശ്യം ട്രാഫിക് ഉണ്ട് കേട്ടോ റോഡില്. സാറ്റർഡേ അല്ലേ. അപ്പൊ ഫാമിലി ആയിട്ട് ആൾക്കാരൊക്കെ ട്രിപ്പ് ഇറങ്ങിയിരിക്കുന്നു. പോയിട്ട് എന്തൊരു തിരക്കായിരുന്നു. ആൽബർട്ടൈനിൽ രാവിലെ ഭയങ്കര സ്റ്റാർബക്സ് ഉണ്ട് പ്രതു. സ്റ്റാർബക്സ് കോഫി കുടിക്കൂ. നമ്മള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. ഇവരാരും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജാക്കറ്റ് ഇല്ലാതെ നമ്മൾ നടന്നു പോവാണ്. നല്ല തണുപ്പുണ്ട്. ഡിക്കിന് ജാക്കറ്റ് എടുക്കാനുള്ള മടിയുണ്ട്. തണുപ്പ് പോകാന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ റോഡ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കില്ലേ? എന്ത് രസമാണ് അത്. ഈ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റിനേക്കാളും ആ ഒരു നിർത്തുക, ഇറങ്ങുക, പോവുക, തിരിച്ചു വരിക ഒരു പ്രത്യേക സുഖമാണ്. തൽക്കാലം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിന്ന് കുറച്ച് പേര് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചായിരുന്നു കേട്ടോ. ഇപ്പൊ തിരക്കേടില്ല. മുഷിയുടെ സ്വഭാവം കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ കുറച്ച് പറയാനുണ്ട്. വിഷ്ണു വീഡിയോ ഇല്ലാത്ത നന്നായിട്ടോ. അപ്പൊ ഇപ്പൊ ബെറ്റർ ആണ്. ഇപ്പൊ അങ്ങനെ പ്രഗ്നൻസിയുടെ വലിയ ബുദ്ധിമുട്ടുകളോ സിംറ്റംസോ കുറവാണ്. ക്ഷീണമുണ്ട് എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഗുഡാണ്. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഗീതുവിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിയായിരുന്നു. ഇപ്പൊ കുറച്ച് ശല്യം കൂടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കും. ഫുഡ് ആര് ചോദിക്കും? ഉണ്ണിയപ്പ എന്നോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിരിക്കുക. ഇല്ല, ഉണ്ടാക്കാം നമുക്ക് അടുത്ത ആഴ്ച. കഴിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾ എടുത്തായിരുന്നേ. നമുക്ക് കാറിൽ കൊണ്ടുവയ്ക്കാം, ആവശ്യം വരും. വിഷ്ണു ആണെങ്കിൽ കാറിൻ്റെ അകത്തുനിന്ന് ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. ഒളിപ്പിച്ചൊക്കെ കഴിക്കേണ്ടി വരും. കാര്യമായി അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാൻ ഉദ്ദേശിച്ച് പോകുന്നൊരു ട്രിപ്പൊന്നും അല്ല കേട്ടോ. നമുക്ക് 4 പേർക്കും നമ്മുടെ 4 പേരുടെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചെറിയൊരു ക്വാളിറ്റി ടൈം. എൻ്റെ മുഖത്തുനിന്ന് അത്യാവശ്യം ക്ഷീണമുണ്ട് കേട്ടോ. ഉണ്ട്. ഇന്നലെ ഫുൾ ഡേ നമ്മൾ പുറത്തായിരുന്നു. ഇന്നലെ നമ്മുടെ ഡച്ച് എക്സാം ഉണ്ടായിരുന്നു. സ്പീക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു?
ഇത്തവണ വിഷ്ണുവിനാണ് എക്സാമ്പിൾ. ഇപ്പം എനിക്ക് കുറച്ച് ടഫായിരുന്നു, അറിയില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ റിസൾട്ട് വരെ പറയാം. അപ്പോ നമ്മൾ ഇനി ഏകദേശം 30 മിനിറ്റില് നമ്മൾ മാസ്ട്രിക്ട് എത്തും. എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു. മിനിറ്റ്, ഇത് ബ്രൈറ്റ്നസ് കൂടിയിരിക്കുന്നു. ഒരു മിനിറ്റ്. ഇപ്പൊ ശരിയായി, എക്സ്പോഷർ ഒന്ന് കൂടി പോയതായിരുന്നു. അപ്പോ നമ്മളിപ്പോ ഏകദേശം 30 മിനിറ്റ് നമ്മൾ മാസ്ട്രിക്ട് എത്തും. മാസ്ട്രിക്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു ബെൽജിയം ബോർഡർ ആണ് അല്ലെ. അവിടെ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറെ വീഡിയോസില്. ബെൽജിയം, ജർമ്മനി, നെതർലൻഡ്സിന്റെ ഒരു ഇങ്ങനെ എന്താ പറയാ, ഒരു ഇതുപോലെ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 കൺട്രി 30 സെക്കൻഡ്സിൽ കവർ ചെയ്തതുപോലെ നമുക്ക് വരുന്നൊരു സംഗതി ഉണ്ട്. അവിടെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, ഒരു ത്രിവേണി സംഗമം അല്ലെ. പിന്നെന്താണ്, പിന്നെ ഈ ആഴ്ച അവിടെ കാർണിവൽ നടക്കുന്നുണ്ട്. കാർണിവലിൽ നമ്മൾ പോകുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് നമ്മൾ തട്ടിമുട്ടി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ ഇപ്പൊ. തൽക്കാലം നമ്മളിപ്പോ പോണില്ല. അങ്ങനെയാണ് നമ്മളിപ്പോ മാസ്ത്രത്തിലുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വന്നിട്ടുണ്ടോ ഗാർഡനില്? അതെ, വന്നിട്ടുണ്ട്. വെയിലോ? നമ്മള് സമ്മതിക്കണല്ലേ അവിടെ വെയിലോ? അയ്യോ, കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഗീതു ഗർഭിണിയാണെന്ന്. ഏതോ നെതർലാൻഡ് ഗേൾ പറഞ്ഞു എന്നാണ് പറഞ്ഞ. നെതർലാൻഡ് ഗേൾ ഞാനാണ്. അപവാദം എന്നെ പറ്റി ഗീതു ഫുഡ് കഴിച്ചിട്ടുണ്ടായ ഫുഡ് ബേബിയാണ് ഗീതു. ദോശ ഉണ്ടാക്കാൻ പറയുന്നത് എനിക്കറിയില്ല. ആ അവസ്ഥയിൽ എത്തിക്കുന്നത് കുറച്ച് മാവ് തന്നിരട്ടെ. ഞാൻ നാളെ എല്ലായിടത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് അന്ന് ഡച്ച് പഠിക്കാൻ അച്ഛൻ്റെ അടുത്ത് പോകണം, അതിനു മുമ്പ് മസാല ദോശ ആക്കണം. ഞാൻ പെട്ടെന്ന് ഷുവർ അടുപ്പത്ത് വേറെ തവ വെച്ചിട്ട് അത് ഇപ്പൊ മാറ്റിച്ചിട്ട് സാറിന് ദോശ ആക്കി തരും. നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ പോകാറുണ്ട്. എനിക്ക് പെട്ടെന്ന് മസാല ദോശ കഴിക്കാൻ തോന്നും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് വിഷ്ണുവിന്റെ വകയുള്ളതുപോലെ ഇരിക്കുന്നു. ഇന്നലെ നമുക്ക് റെസ്റ്റോറന്റ് തുറക്കുന്നതിന്റെ മുന്നേ നമുക്ക് തുറന്നു. ഓടിയത് എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു കേറാൻ, നിങ്ങൾ കേറും. ഷെഫ് റെഡി ആയിക്കൊണ്ടിരിക്കണം. റെഡി അപ്പം ഷെഫ് ഡ്രസ് ഇട്ടോട്ടെ. അവസ്ഥയിലാണ് നമ്മള് 5 ദിവസം അറിയാതെ. നമ്മൾ ഒരേ കാര്യം പറയാൻ വന്നായിരുന്നു. ഞാൻ പതന്നെ പറയാൻ വന്നത്. അത് പ്ലാൻ ചെയ്ത് പറയാനൊന്നല്ല. അല്ല, ഞാനത് എടുത്തപ്പോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 5 ദിവസത്തിലല്ല 2 ദിവസത്തിൽ നമ്മള് കുട്ടിയുടെ ജെൻഡർ അറിയും. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. റോസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് ഉറപ്പില്ല. റോസ് അറിയുന്നുണ്ട്, ദീപ ചേച്ചി അറിയുന്നുണ്ട്. റോസും ദീപ ചേച്ചി അറിയിക്കാൻ. ഇതിന്റെ റിയൽ പ്ലാൻ എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്ളോഗിൽ പറയാട്ടോ. നമ്മൾ ആരും അറിയുന്നില്ല, റോസും ദീപ ചേച്ചി മാത്രം അറിയുന്നത്. അപ്പൊ ഒരു റിവീല് വെക്കാനാണ് പ്ലാൻ. അന്നാണ് നമ്മളെല്ലാരും അറിയുന്നല്ലേ. ഞാനും ഞാൻ തന്നെ പോയി എടുത്താലോ. എനിക്ക് എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ അത്ര ദിവസം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ എനിക്ക് എന്താണ് വിഷ്ണുവിന്റെ തോന്നൽ? എനിക്കറിയാം, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു. എനിക്ക് ബോയ് എന്നാ തോന്നണേ. പ്രതുവിന്, വിഷ്ണുവിന് ഗേൾ ആണെങ്കിൽ ഐശ്വര്യം ബാക്കി. ഞാനും ഗീതും ബ്ലാക്ക് അല്ലേ? നമ്മളിവിടെ ഒരു പാർക്കിംഗ് കണ്ടുപിടിച്ചു. ഇനി നമ്മളിവിടെ പാർക്ക് ചെയ്ത് നേരെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. മാസ്ട്രിക്ട് വന്നിട്ട് ലഞ്ച് കഴിക്കായിരുന്നു. അതെ, എന്നിട്ട് നേരെ സ്പാല് പോവാം. ഇന്നിവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇന്നിവിടെ കാർണിവൽ, ഈ ഒരു വീക്കെൻഡാണ് ഇവിടെ മാസ്ട്രിക്ട് കാർണിവൽ നടക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് പാർക്കിംഗ് കുറച്ച് കഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് പാർക്കിംഗേ ഉള്ളൂ എന്ന് കയറുന്ന സ്ഥലത്തുണ്ട്. ഓ, ഈ സൈഡിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സാ. ഓ, ഞാൻ കേട്ടിട്ട് പോയില്ല. മാഡം ഐശ്വര്യ വലുതല്ലെങ്കിൽ കുട്ടി ഉണ്ടെങ്കിലും ഐശ്വന് പിന്നെയും കൺഫ്യൂഷൻ ആക്കുന്നു. അന്നൊരു കമന്റ് വന്നിരുന്നു, നേരത്തെ പറഞ്ഞില്ലേ ഗീതു പ്രഗ്നന്റ് ആണെന്ന് വെച്ചിട്ട്. അപ്പൊ പ്രതു പറയായിരുന്നു, ഇത് അറ്റ്ലീസ്റ്റ് ഞാൻ അറിയണ്ടേ. കറക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാം പാട് വന്നിട്ടുണ്ട്. പാട് കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളും. ഭയങ്കര ഫുഡിന്റെ മണം. ഈ ജാക്കറ്റ് കുറെ ഇട്ടിട്ട്. ജാക്കറ്റ്സ് നമ്മൾ വെക്കുന്നത് ഇനി മോളിക്ക്. ആ വീട് അടുത്ത മ്യൂസിയം ആയിട്ട് പ്രഖ്യാപിക്കും. ഡച്ച് അതോറിറ്റീസ് ഒക്കെ വന്നിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തില്ല. എനിക്ക് ടിക്കറ്റ് എടുത്ത് ആത്ത് കയറാൻ കൊണ്ടോണം. നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് ഗ്ലൗവും സ്കാർഫും ഒക്കെ വേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ഇപ്പൊ കുറച്ച് ടെമ്പറേച്ചർ ബെറ്റർ ആയതുകൊണ്ട് നമുക്ക് അത്ര ഒരു കാൽക്കുലേഷൻ ഉണ്ടായില്ല. കണ്ടോ, നല്ല തിരക്കുണ്ട് ബിക്കോസ് ഓഫ് ദ കാർണിവൽ.
പ്രതു എന്റെ സീമന്തത്തിന് പ്രതു നാട്ടിലുണ്ടായിട്ടും പ്രതു വരില്ല. സീമന്തത്തില് മാറ്റി അവർ നേരത്തെ പറഞ്ഞിരുന്ന വാക്ക കിട്ടുന്നു. വളക്കാപ്പ് ഞാൻ എപ്പോഴും തെറ്റിച്ച് പറയായിരുന്നു വളക്കാപ്പ് എന്ന്. അപ്പൊ പ്രതു വരില്ലല്ലോ. പ്രതു ഞാൻ നാട്ടിലുണ്ടോന്നുള്ളൊരു ഉറപ്പില്ല. പ്രതു നാട്ടിലുണ്ട്, പക്ഷെ നാട്ടിലുണ്ടായിട്ടും വരില്ല. ഗീത് വേറെ. ഗീത് എന്റെ ഡെലിവറിയുടെ സമയം നോക്കി ഗീത് നാട്ടിൽ പോവാം. ആ സ്ട്രെസ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഓരോ ആൾക്കാരാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഗീതു എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല അടിപൊളിയായി സെർച്ച് ചെയ്ത് ഏതൊക്കെ സ്ഥലത്തുനിന്ന് എന്തൊക്കെ ഫുഡ് കഴിക്കണം, ഏത് റെസ്റ്റോറൻറ്റാണ് ഇവിടെ പോപ്പുലർ എന്നൊക്കെ കണ്ടുപിടിച്ച്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളതും ഗീതുവിൻ്റെ സജഷനിൽ തന്നെയാണ്. പിന്നെ വിഷ്ണു ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്റ്റേക്ക് കഴിക്കാൻ. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ എനിക്കിപ്പോൾ പുറത്തിറങ്ങി അപ്പം മസാല ദോശ കഴിക്കണം, അതും കുറച്ചൊന്നുമല്ല നല്ലോണം കഴിക്കാനുള്ളൊരു ഫീലിംഗ് വരും. അതിനായിരിക്കും ചിലപ്പോൾ നമ്മൾ ക്രേവിംഗ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അധികം നമ്മളിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലാണ് പോവാറ്. അതുകൊണ്ട് വിഷ്ണു ഒന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്റ്റേക്ക് കഴിക്കാൻ. നമ്മളിരുന്ന റെസ്റ്റോറൻറ്റ് തന്നെ കറക്റ്റ് നല്ല വ്യൂ ആയിരുന്നു ഇവിടെ കാർണിവലൊക്കെ നടക്കുന്നതിൻ്റെ. അപ്പോൾ എല്ലാവരുടെയും തല ഒരു സൈഡിലോട്ട് ചെരിച്ചു വെച്ചും കൊണ്ടായിരുന്നു. നല്ല ലൗഡ് മ്യൂസിക്കും ആൾക്കാർ ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ക്വയറിൽ. അപ്പോൾ എനിക്ക് എന്തായാലും റെസ്റ്റോറൻറ്റ് അകത്ത് ഇരിക്കാൻ തോന്നിയില്ല. ഞാനും ഗീതും കൂടെ പെട്ടെന്ന് പോയിട്ട് എന്താ സംഗതി എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങിയിട്ടോ, കാർണിവലിൻ്റെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ കാർണിവലിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ. ആൾക്കാരെല്ലാം നല്ല വൈബ്രൻ്റായി ഡ്രസ്സ് ചെയ്ത് നല്ല ലൗഡ് മ്യൂസിക്കൊക്കെ വെച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു സെൻറ്ററിൽ കാണാനുള്ളത്. രാത്രിയായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല മ്യൂസിക്കൊക്കെ വെച്ച് എല്ലാവരും ഇവിടെ ഡാൻസ് കളിക്കാൻ പറ്റുന്നൊക്കെയാണ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും മനസ്സിലായില്ല. നമ്മൾ ഇത്ര കാലം ഇവിടെ ഉണ്ടായിട്ടും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര രസമുള്ള ഒരു കാർണിവലാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെ ഡീറ്റെയിൽസ് അറിയില്ല. അവർ ഈ കടയിൽ നിന്ന് ആ കടയിലെത്തി. നേരത്തെ നമ്മൾ കണ്ട അവര് കടകൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ടൊന്ന് നമ്മളെ നാട്ടിലെ പരിപാടി തന്നെ ആയിരിക്കും. മറ്റേ എന്താ തന്നെ പറയുന്നത്, ഓരോ കടകളിൽ കയറി ഇറങ്ങി. നമ്മൾ 4 പേരും കൂടെ 3 മെയിൻ കോഴ്സേ പറഞ്ഞുള്ളൂ. ഒരു ഹാംബർഗർ പറഞ്ഞു, ഒരു സ്റ്റേക്ക് പറഞ്ഞു, ഒരു സാമൺ പറഞ്ഞു. നമ്മൾ സ്റ്റേക്ക് ഓർഡർ ചെയ്യുമ്പോൾ അവരെപ്പോഴും ചോദിക്കും എത്രത്തോളം അത് കുക്കാവണമെന്ന്. റയർ, മീഡിയം റയർ, വെൽഡൺ. എനിക്കൊക്കെ വെൽഡൺ ആണെങ്കിൽ പോലും എനിക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വിഷ്ണു എപ്പോഴും അതൊരു മീഡിയം റയറിൽ പറഞ്ഞ് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണാം. അതെനിക്ക് എന്നും ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. അതേപോലെ വിഷ്ണു തിരിച്ചു പറയുന്നതാണ് ഞാൻ ഇത്ര അധികം മീൻ ഒരുമിച്ച് കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വിഷ്ണുവിനും ഒരു അത്ഭുതമാണെന്ന്. നമ്മളിങ്ങനെ എല്ലാവരും കൂടി ട്രിപ്പ് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് സ്പ്ലിറ്റ് ചെയ്യാറെന്ന് സാധാരണ വരുന്നൊരു കമൻറ്റാണ് കേട്ടോ. നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്ത എമൗണ്ട് പ്രോപ്പറായിട്ട് സ്പ്ലിറ്റ് വൈസ് എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ട്രിപ്പിന് ശേഷം നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്യും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ ഈ സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ യൂറോപ്പിൽ വന്നിട്ട് ഒരു സിറ്റി സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഒട്ടുമിക്ക ഇങ്ങനത്തെ സെന്റേഴ്സ് എല്ലാം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. ഒരു ഭയങ്കര വ്യത്യാസമൊന്നും ഇങ്ങനെ ഞാൻ ഇത്രയും പോയാൽ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല ഭയങ്കര വ്യത്യാസം തോന്നിയ സിറ്റി സെന്റേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. അടുത്ത് ഇനി അവിടെ പോകാം. ഈ ഒരു കാർണിവലിന്റെ ഭാഗമായിട്ട് റോട്ടിലോട്ടൊരു വണ്ടിയിൽ വന്ന ആൾക്കാർ ഇങ്ങനെ വാരി എറിഞ്ഞിരുന്ന പേപ്പറിന്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണ് ഈ റോട്ടിൽ മൊത്തം കിടക്കുന്നത്. മഞ്ഞ് പോലെ ഇല്ലേ. ഇവരെ ആക്ച്വലി മറന്നിരിക്കുന്നു നമ്മളൊപ്പം ഉള്ളത്. സത്യം. എത്ര നേരം കഴിഞ്ഞ് സ്റ്റെപ്പിനും താഴെ വീഴും. വിഷ്ണു വേറെ ഏതോ രാജ്യത്താണ്. കാരണം ഇത്ര തണുപ്പ് ഇവിടെ ആരക്കുമില്ല. സൈഡിൽ കൂടെ അമ്മച്ച് പോകുന്നത് എന്തും ഇത്ര കാര്യമായിട്ട് നോക്കാൻ. നോക്കി ഇങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കുമ്പോ പാട്ടും ബഹളവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. എന്താണ് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്ര. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ശബ്ദം, അതായത് എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കില്ലേ, മറ്റേ എന്തൊക്കെ പ്രതു കാണിക്കാൻ നോക്ക്. എന്താണിത്? അപ്പൊ അങ്ങനെ പാട്ട് കേട്ടാക്കി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. അപ്പൊ ഇവിടെ നിന്ന് എന്തൊക്കെയോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറയാം. ബിയറില്ലേ, അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളത് പോലെ കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനത്തെ വലിയ കാർണിവൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറേ ഇങ്ങനെ ചെറിയ ഷോപ്പ് പോലെ കെട്ടിയുണ്ടാക്കി അവർ ടാപ്പ് ബിയേഴ്സും അതേപോലെ തന്നെ ബോട്ടിൽസും ഒക്കെ വെച്ച് അവരിങ്ങനെ സെല്ല് ചെയ്യും. എന്നിട്ട് ചുറ്റും ആൾക്കാർ നിന്ന് കുറേ വർത്തമാനം പറയുക, ഡാൻസ് കളിക്കുക എന്നുള്ളതൊക്കെ പൊതുവേ ഇങ്ങനെ ഫെസ്റ്റിവൽസിനൊക്കെ ഇവിടെ കണ്ടുവരുന്നൊരു കാര്യമാണ്.
ഇങ്ങനെ ഒരു ചെറിയ പ്രഗ്നൻസി ഫേസ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല തിരക്കുള്ള സ്ഥലത്തോട്ട് പോകണ്ടെന്നാണ് കേട്ടോ എല്ലാവരുടെയും തീരുമാനം. അതുകൊണ്ട് നമ്മൾ കുറച്ച് തിരക്കുന്ന് മാറി നിന്നിട്ടായിരുന്നു കാർണിവൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ പോയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ കിങ്സ് ഡേ ആയിരുന്നു അല്ലേ? നമ്മള് മൂന്ന് പേരും കൂടെ അന്ന് വിഷ്ണുവിനെ കുറച്ച് പഠിക്കാനുള്ള ദിവസമായിരുന്നു. പഠിപ്പിച്ച ഇഷ്ടം സ്പോയിൽ ചെയ്തു. അപ്പൊ നമ്മൾ മൂന്ന് പേരും കൂടെ ആയിരുന്നു ആ ഒരു കിങ്സ് ഡേ. അത് പൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ താഴെ കൊടുക്കും. ഇത് പഠിച്ചു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേറൊരു ഫീലുള്ള ഒരു ഫെസ്റ്റിവൽ കേട്ടോ. ആൾക്കാരൊക്കെ കുറച്ചും കൂടെ കളർഫുൾ ഡ്രസ്ഡ് ആയിട്ടല്ലേ, മറ്റോടത്ത് അധികം ഓറഞ്ച് ഡ്രസ് ഒക്കെ ആയിട്ടാണ്. അത് നമ്മുടെ നെതർലൻഡ്സ് കിങ്ങിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, ഒരു നാഷണൽ ഫെസ്റ്റിവൽ പോലെയാണ്. പക്ഷെ ഈ ഒരു മാസ്ട്രിഡ് കാർണിവല് ആംസ്റ്റർഡാമിക്കൊന്നും അങ്ങോട്ട് അധികം ആൾക്കാർ അവിടെ സെലിബ്രേഷൻസ് കണ്ടിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും സെലിബ്രേറ്റ്. എനിക്ക് മുന്നേ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു മധുരം. ഞാൻ ഒട്ടും മധുരം കഴിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇടയ്ക്ക് ഇങ്ങനെ മധുരം കഴിക്കാനുള്ളൊരു തോന്നൽ വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ച് കഴിക്കും. ഇപ്പോൾ കണ്ടുപെട്ടത് ഒരു മാക്രോണായിരുന്നു. പിന്നെ ചുമ്മാ ഈ സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ ഓരോരോ കടകളിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നു. വിഷ്ണു ഇത്ര നേരം നല്ല ആക്റ്റീവായിരുന്നില്ലേ? ഇപ്പം നോക്കൂ, ഒരു കടറകത്ത് കയറി കഴിഞ്ഞാൽ വിഷ്ണുവിന് അപ്പോൾ ക്ഷീണവും ഉറക്കവും എല്ലാം കൂടെ വരും. എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ചീസിന് ഇത്ര അധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. എത്ര ചീസാന്നറിയോ? പല തരത്തിലുള്ള പല പ്രായമുള്ള ചീസ്. ചീസിന്റെ ഒരു വണ്ടിയാണ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ? വളരെ റയറായിട്ട് വർഷങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കില്ലേ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ അൽക്ക കഴിഞ്ഞ് ഏകദേശം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് സംഭവിച്ചതാണ് ഗീതു. ഗീതു എൻ്റെ കോളേജിൽ സീനിയർ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അവിടുന്ന് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ അന്ന് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് പോലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത്. കാണിക്കോ? ഐശ്വര്യ അടുത്ത് നല്ല ചീത്ത അയക്കുന്നുണ്ടല്ലോ ക്ലീനിങ്. വിഷ്ണു കടയിൽ വന്ന് എടുക്കുന്നത് മറ്റേ റൂം ഫ്രഷ്നസ് അല്ലെങ്കിൽ മറ്റേ ഡിറ്റർജന്റ്. ഉത്തരവാദിത്തമുള്ളവനാ. ഗീതു വിഷ്ണുവാണ് നമ്മുടെ ഗൈഡ്. ഞാനും പ്രദുവും അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഇൻഫർമേഷൻ കൂടുതൽ പ്രദു വായിക്കും, ഞാൻ എല്ലാം ലിസൺ ചെയ്യും. അതാണ് എന്റെ ഡ്യൂട്ടി. ലിസൺ ചെയ്യുന്നവർ അഭിനയിക്കും, അതാണ് എന്റെ ഡ്യൂട്ടി. നമ്മൾ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ കാറിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമ്മളിവിടെ മ്യൂസിയം ഓഫ് ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 6 മണിയാവുന്നതോടുകൂടെ ഇവിടുത്തെ ലൈറ്റും പോകും, പിന്നെ എല്ലാം ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് ലാസ്റ്റ് വിസിറ്റ്. ഇത് സത്യം പറഞ്ഞ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നേ. ചുമ്മാ പിള്ളേരെ പറ്റിക്കുന്ന പരിപാടികളായിരുന്നു. കുറെ ഇങ്ങനെ പ്രദുവിനെ മറ്റേ സ്കൂളിൽ നിന്ന് ടൂർ നടന്നതാണോ? പ്രദു ഓടിയല്ലാതാ വരുന്നു. സിമിലർ കാര്യം ആംസ്റ്റർഡാമിലും ഉണ്ട്. ഒരു തവണ ഞാനും വിഷ്ണുവും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം പോകുമ്പോൾ നല്ലൊരു രസമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ടൈം ആകുമ്പോഴേക്ക് വലിയൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുകളെ പറ്റിക്കുന്ന ചെറിയ ചെറിയ പരിപാടികളുണ്ടല്ലോ, കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ല രസം തോന്നുമായിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളിൽ എന്നെ കയറാൻ ഇവർ 3 പേരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ആക്ച്വലി ആ ഒരു ബ്രിഡ്ജ് അനങ്ങുന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു ലൈറ്റിൻ്റെ മൂവ്മെൻ്റ് എല്ലാം കൂടെ നമുക്കിങ്ങനെ ആടുന്ന പോലത്തെ ഒരു ഫീല് വരും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. ഇതെന്താണിത്? ഞാൻ എന്തിലെങ്കിലുമൊക്കെ പോയി കയറുമെന്ന് വിഷ്ണുവിന് പേടി. വാട്ട് ഇസ് ദിസ് മാൻ? ഞാൻ വരണം ടോയ്ലറ്റിക്ക്. വേണം, എനിക്ക് മനസ്സിലാവില്ല. ഇത് ടവർ ഓഫ് ഹെനോയ്. ഇത് നല്ല രസമുള്ളൊരു സംഗതിയായിരുന്നു കേട്ടോ. ഇത് 5 പീസിൻ്റെ ഉണ്ട്, 7 പീസിൻ്റെ ഉണ്ട്, 13 പീസിൻ്റെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് 7 പീസിൻ്റെയാണ് കേട്ടോ. കുറച്ച് നേരം ചിന്തിച്ചതുപോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം. അപ്പോൾ കുറച്ച് നേരം ഇൻവോൾവ് ആയിട്ട് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി ഫോം കുറേ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് വാങ്ങിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല, കാരണം ഓൺലൈൻ അതിനേക്കാളും കുറച്ചും കൂടെ വില കുറവാണ്. ബൈ. എനിക്ക് ടവർ ഓഫ് ഹാനോയ് വേണമായിരുന്നു, പക്ഷെ ഇയാളൊന്നിനും സമ്മതിക്കില്ല.
അത് ഓൺലൈൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുന്നതോടുകൂടെ നമ്മുടെ ഇൻട്രസ്റ്റ് തീരുമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നോടാണ് നമുക്ക് ആൾക്കാർക്ക് പറ്റുന്ന തെറ്റാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ ആണെങ്കിലായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. നമ്മളൊന്നും കൂടെ കാർണിവലിന്റെ ഏരിയയിലൊക്കെ ഒന്ന് നടന്നിട്ട് നമുക്ക് മെല്ലെ വീട്ടിൽ പോവാം. എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്. ബാക്ക് പെയിൻ വന്നാൽ പിന്നെ ആ ഡേ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം. പിന്നെ ആ ദിവസം നമുക്കൊന്നും കൂടെ നടക്കാം, അത് കുഴപ്പമില്ല. നമുക്ക് അവിടെ ചെന്ന് നടക്കാനുണ്ട്. നമ്മളൊരു സിറ്റി സെന്ററിലാണ്, അവിടെ ചെന്ന് ആ സിറ്റി സെന്ററിൽ നടക്കാം. പക്ഷെ ഈ കാർണിവൽ ഉണ്ടാവില്ലല്ലോ അവിടെ. ആ നടക്കാൻ പോക്ക് നടന്നില്ല. അതുകൊണ്ട് നമുക്കിനി സ്റ്റേയിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ മാസ്ട്രിക്ട് സെന്ററും പര്യടനം കഴിഞ്ഞ് നമ്മൾ പര്യടനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോവാണ്. വിഷ്ണു കണ്ടുപിടിച്ച സ്റ്റേ ആണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടുപിടിച്ചു, ഗീത അപ്രൂവ് ചെയ്തു, പുറത്ത് പേ ചെയ്തു. ഞാൻ അപ്രൂവ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ബുക്ക് സ്റ്റേ എന്ന് കാണിച്ചത് നോക്കട്ടെ. എനിക്ക് കുറച്ചൊരു ബിസി വീക്കായിരുന്നു ഇത്. തീരൊന്നിനും സമയം കിട്ടിയില്ലായിരുന്നില്ല. ഐ വാസ് വെരി വെരി ബിസി. നമ്മളങ്ങനെ നെതർലൻഡ്സ് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററിൽ നമ്മൾ നെതർലൻഡ്സ് കഴിഞ്ഞ് ബെൽജിയം കയറും. ബെൽജിയത്ത് ആണ് നമ്മുടെ സ്റ്റേ. സ്പാലാണല്ലേ നമ്മുടെ സ്റ്റേ. സ്റ്റേ ഒരുമിച്ച് വന്നപ്പോ മിസ്സായിപ്പോയി. അപ്പൊ സ്പാലാണ് നമ്മുടെ സ്റ്റേ. സ്പാ വാട്ട് ഇസ് ഫേമസ് ഫോർ അറിയോ? ആ വെള്ളം. ഞാനിപ്പോ കുടിക്കുന്ന വെള്ളം എനിക്ക് സ്പാ മാത്രമേ പറ്റൂ. നമ്മളിതേ ബെൽജിയം കയറി 10 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു താങ്കളുടെ മനസ്സിൽ? വരുമ്പോ ഒരു ആന, ഒരു അമ്പാരി അല്ല മറ്റേ വിഷ്ണു മറ്റേ വ്യൂ അതുകൊണ്ടാണ് ഫുൾ വ്യൂ അങ്ങ് മാറും. ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റേ ഒന്ന് പോയി നോക്കിയതിന് ശേഷം വന്നിട്ട് ലഗേജ് ഒക്കെ എടുക്കാം. ഇവിടെ നമ്മൾ പാർക്കിംഗ് ഇടണം, എന്നിട്ട് നമുക്ക് സ്റ്റേക്ക് പോകാം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സിറ്റി സെന്റർ ആണ്. പക്ഷെ ഒരു 6 മണി 6 ആയതുകൊണ്ട് എല്ലാ ഷോപ്സും അടച്ചിട്ടുണ്ട്. എനിക്കിവിടെ വന്ന സമയത്ത് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യമായിരുന്നേ, ഇങ്ങനെ ഓണർ ഇല്ലാതെ നമ്മൾ എയർബിഎൻബിസിൽ കയറുന്നത്. അപ്പോൾ അവർ കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോവാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം വിഷ്ണുവാണ്. വിഷ്ണു കണ്ടുപിടിച്ച സ്റ്റേ ആണ്. ആണോ? നല്ല മണം. ഓ അടിപൊളി സ്റ്റേ അല്ലേ? കേറി വന്നപ്പോ തന്നെ സ്റ്റേ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കേറി ഉടനെ ഭയങ്കര ഇൻസ്റ്റന്റ് പോസിറ്റിവിറ്റി അല്ലേ? ഫാമിലി ഫീൽ. പിന്നെ നമ്മളിങ്ങനെ റിവ്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളി ഒരു കിഡ്ലൻ ഹോസ്റ്റ് ആണ്, നല്ല രീതിയിൽ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ കോർണേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു കഴിവ് തന്നെയാണ് വീട് നല്ല ഭംഗിയിൽ വെക്കുക എന്നുള്ളത്. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊരു അപ്പാർട്ട്മെന്റ് ടൂർ വരാം. പ്രദുവും വിഷ്ണുവും കൂടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ വരാനുള്ളത്. വന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടകൾ വെച്ചിട്ടുണ്ട് മഴ ഉപയോഗിക്കാൻ വേണ്ടി. നേരെ ഇങ്ങോട്ട് വന്നാൽ ഇതൊരു ലക്ഷറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര എസ്തെറ്റിക് ഫീൽ ഉള്ള ഒരു അല്ലേ കിടിലാണ്. ഓരോ കോർണേഴ്സും അത്രയും ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെടിയുണ്ട്, എല്ലാം ആവശ്യത്തിന്, ഒന്നും ഓവറല്ല. ലൈറ്റൊക്കെ നോക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇവിടെ ഒരു ചെറിയ കൗച്ചും എല്ലാം ഉണ്ട്. എന്റെ മനസ്സിലൊന്നും ഒരിക്കലും വരില്ല എന്നൊരു ചെടിയോടെ സത്യം. ആ സ്പേസ് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല സെന്ററിൽ. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ഇറങ്ങി നിൽക്കാം. അതിനുവേണ്ടി മാത്രമുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട്. കേട്ടിനൊക്കെ നോക്കി എന്തൊരു മാച്ചിങ് ആയിട്ട് ഒട്ടിക്കുന്നതെന്ന് അല്ലേ? ഇതൊരു കഴിവ് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ കോർണറുണ്ട്. ഇവിടെയും ഭയങ്കര അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കുറെ നല്ല ചെടികൾ, ഒരു ചെറിയ നോട്ട്ബുക്ക്, പിന്നെ നമുക്ക് ഇരിക്കാൻ ഒരു ബീൻ ബാഗ്. അവിടെ മാത്രം കുറച്ചും കൂടെ. പിന്നെ ഇവിടെയും അതുപോലത്തെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പുള്ളി ഇവിടെ ഒരു ചിപ്സും ഒരു ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രസത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് കഴിക്കാനുള്ള ഇതാണ്. ഓ യാ ശരിയാ, ഫ്ലവർ ബേസ്. എന്റെ വീട്ടിലുള്ള മറ്റേ ബ്ലാക്കിന്റെ ഈ വൈറ്റ്
പിന്നെ അവൻ എല്ലാ കാര്യവും ഇവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര രസം. Coffee machine. വ്യൂയിങ്ങിന് വന്നിരുന്നെങ്കിൽ ചിലപ്പോ വാങ്ങിച്ചു പോകാനാ, ശരിയാ. വീട് എത്ര രസത്തിൽ വെച്ചിട്ടുണ്ട്. ക്ലോക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ നല്ല ബാത്റൂമാണ്. സ്വിച്ച് കണ്ടിട്ടില്ല. വൈറ്റ് ലൈറ്റ് ആണല്ലോ. വൈറ്റ് ആയിട്ടുള്ള ഇതിലൊക്കെ നാളെ ഇപ്പൊ കുറെ നേരം കുളിക്കാൻ വേണ്ടി തന്നെ വേണ്ടി വരുമല്ലോ. ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് കുളിച്ചു വന്നു. നമുക്ക് നല്ല വാഷ് ബേസിൻ, നല്ല വാഷ് ബേസിൻ എല്ലാം ഭയങ്കര രസത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര കാണുമ്പോ തന്നെ ഒരു ഭയങ്കര രസം തോന്നുന്നു. ആ ലൈറ്റിന്റെ അപ്പാർട്ട്മെന്റ് താഴെ അടിപൊളി സെറ്റ്. ആക്ച്വലി നമ്മുടെയൊക്കെ സ്പേസിൽ കുറച്ച് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഐഡിയ ഇല്ല, ആ കഴിവ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഒരു ബെഡ്റൂമും കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. അതാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് കിടക്കാൻ ഒരു കെട്ടിലുണ്ട്. ഈ ഒരു സ്ഥലം പുള്ളി അത്ര നന്നായി ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ബെഡ്റൂം അല്ലാതെ യെസ് ഒരു കുഴപ്പം കിട്ടി. ഇവിടെ അത്ര രസമില്ല. കുറച്ചിങ്ങനെ നടന്ന് നമുക്ക് ഗവേഷിക്കാം. എന്തൊക്കെ ഒന്നും ഓവറാക്കി വെച്ച് നമ്മള് പോയി വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറെ ഐഡിയ ഇവിടെ നിന്ന് കിട്ടും. ഭയങ്കര റൈറ്റ് ആയിട്ട് സാധനങ്ങൾ. പിന്നെ മൊത്തം വീടുണ്ടല്ലോ ഒരു വുഡൻ വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സിന്റെ ഇതൊക്കെ ത്രൂ ഔട്ട് അവര് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വെരി ഗുഡ്. നല്ല സെലക്ഷൻ ആയിരുന്നു. ഐ അപ്രീഷിയേറ്റ് വിഷ്ണു ആൻഡ് ഗീതു ഫോർ ഡൂയിങ് ദിസ്. എല്ലാ വെറൈറ്റി ഗ്ലാസ്, സ്പൂണ്, കുക്കിംഗ് പാൻ, പ്ലേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ അഡാപ്റ്റർ വരെ വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേ എനിക്ക് ഇതാണ് ഞാൻ വീട്ടിൽ ചെയ്യിപ്പിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. മറ്റേ പുറത്ത് വലിച്ചെടുക്കുന്ന. ഓ, ഇത് നല്ല ഐഡിയ ആണല്ലോ. ഇതേ തന്നോട് ഞാൻ പറഞ്ഞത്. ആക്ച്വലി അപ്പൊ പുറത്തിരിക്കാതെ അകത്തിരിക്കുന്ന സിഗ്നൽ തുറക്കുന്നു. ഇതൊരു മൊത്തം കൂടി ഒരു മറ്റേത് ഓപ്ഷൻ ഉണ്ട്. ഇത് ഐക്യയിൽ തന്നെ. ഇത് ഐക്യാണോ? ഐക്യലുണ്ട്. നല്ല ഓപ്ഷനാണല്ലോ. നല്ല ഓപ്ഷനാണ്. പ്രതുവും ഇഷ്ടവും ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്തു വന്നിട്ടുണ്ട്. ഒരു ദിവസത്തിനാണ് നമ്മൾ വന്നെങ്കിലും ആവശ്യത്തിന് ലഗേജ് നമുക്ക് രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. പിന്നെ സമയം ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ. ഇനി കാര്യമായി നമ്മൾ എവിടെയും പോകുന്നൊന്നും. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനി പൊറോട്ടയും ചിക്കനും. കാരണം എനിക്ക് രണ്ടുപേരൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അതിന് മുകളിൽ കുറച്ച് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കൊടുന്നു. കഴിക്കാൻ ആക്ച്വലി പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും കളർ അത്ര പോരല്ലോ വിഷ്ണു. എത്ര കളർ? കുരുമുളക് പൊടി, മുളക് പൊടി, എന്ത് വേണം? വിഷ്ണുവിന്റെ മാരിനേഷൻ, പെപ്പറിക്ക, ഉപ്പ്. ഈ രാവിലെ കുളി എനിക്ക് വലിയൊരു നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ. മുന്നേ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്ഥിരം രാവിലെ കുളിച്ച് പോയിട്ടാണ് എനിക്ക് സൈനസ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുളി സ്ഥിരമായി വൈകുന്നേരത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഈവനിങ് അറ്റ്ലീസ്റ്റ് ഒന്ന് മേലെഴുകെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു. സാധാരണ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഞാനും ഗീതവും കൂടെയാണ് ഇനീഷ്യൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവാറ്. നമുക്ക് എവിടെയെങ്കിലും പോകാം, എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെയാണ് എല്ലാവരെയും കൂടെ ഒക്കെ ഒന്ന് പിരികേറ്റി സെറ്റാക്കി എടുക്കാറ്. ഇത്തവണ വിഷ്ണുവിൻ്റെ തോന്നലിലാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ബിസിയായിരുന്നു. പ്രതുവും ഗീതവും വീട് മാറുന്ന പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ വേറെ 1-2 ഫ്രണ്ട്സ് വീട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്രഗ്നൻസി, ഇതെല്ലാം കൂടെ കഴിഞ്ഞൊരു 3-4 മാസം നമുക്ക് 4 പേർക്കും കൂടെ നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് എന്താ പറയുക, ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് 2 ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്നെ നോക്കി നോക്കൂ, എനിക്ക് വായ അടച്ചു വെക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു വലിയ വിനോദം എന്ന് പറയുന്നത് ഓരോരോ മുന്നത്തെ കഥകൾ എടുത്തു പൊക്കി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. വിഷ്ണു അധികം വൈകാതെ വീട്ടിൽ മാറി താമസിക്കുന്നു പറയുന്നുണ്ട്. കാരണം വർത്താനം കഴിഞ്ഞ് ഒരു കാര്യം ചെയ്യാനിപ്പോൾ സമയമില്ല. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ ഒരു ബ്രെഡും ഒരു ഓംലെറ്റും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഗ്രില്ലിൽ കയറ്റി സെറ്റാക്കട്ടെ. നമുക്ക് എല്ലാ പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നും എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം എനിക്ക് അവിടെ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്ക് ഇതേ നമ്മുടെ ചിക്കനും പൊറാട്ടയും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്.
പിന്നെ നമ്മൾ കിടക്കാൻ നല്ല ലേറ്റായി കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 2-2:30 ഉണ്ടായിരുന്നു കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മളിരുന്ന് വർത്താനം പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു സോഫ ബെഡ് ഉണ്ടായിരുന്നില്ലേ, അവിടെയായിരുന്നു മെയിൻ സ്ഥലം. എനിക്കിപ്പോൾ അത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കൂടെ എനിക്ക് അപ്പാർട്ട്മെൻറ്റ് മിസ് ചെയ്യുന്നു. നമ്മൾ 2 ദിവസം നിന്ന് അപ്പാർട്ട്മെൻറ്റ് മിസ് ചെയ്യുക എന്നുള്ളതൊക്കെ കുറച്ച് സ്ട്രേഞ്ച് അല്ലേ, പക്ഷെ എന്തായാലും നല്ല അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത്. എല്ലാവരും പോയി ഉറങ്ങിയ സ്ഥിതിക്ക് ഞാനും പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇനി ഇവിടെ വലിയ എൻ്റർടൈൻമെൻറ്റിന് സ്കോപ്പൊന്നുമില്ല. അപ്പോൾ നാളത്തെ ഒരു ദിവസം നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ഇനി നമുക്ക് അടുപ്പിച്ച് കുറച്ച് ദിവസം വ്ളോഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ടാറ്റ, സസ്നേഹം, തനി മലയാളം.